ഇത് കണ്ടാണശ്ശേരി. പ്രകൃതി സുന്ദരമായ ഈ ഗ്രാമത്തിൽ പാറകൾ സ്വയം കോട്ട തീർത്ത ഒരു ക്ഷേത്രം, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ ക്ഷേത്രം, വീരഹനുമാന്റെ ജീവസാന്നിധ്യം കാവൽ നിൽക്കുന്ന കല്ലൂർത്തലൈ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തെക്കുറിച്ച് സെക്രട്ടറി അനിൽകുമാർ. ഹരേ കൃഷ്ണ. കണ്ടാണശ്ശേരി കല്ലൂർത്തല ശ്രീകൃഷ്ണപതി ക്ഷേത്രം. ഗുരുവായൂരിന്ന് 5 കിലോമീറ്റർ. ഗുരുവായൂർ തൃശ്ശൂർ റോഡ് പോവുക, അവിടെ നിന്ന് കണ്ടാണശ്ശേരി റൈറ്റ് തിരിഞ്ഞ് വന്ന 1.5 കിലോമീറ്ററുള്ള അമ്പലത്തിലേക്ക്. ഇത് പാറയാൽ ചുറ്റി കിടക്കുന്ന ഒരു അമ്പലമാണ്. മെയിനായിട്ട് ഭഗവതി, ഉണ്ണിക്കണ്ണൻ, ഗണപതി, അയ്യപ്പൻ, മുരുകൻ, ഹനുമാൻ സ്വാമി, നാഗങ്ങൾ, എല്ലാ ഉപദേവങ്ങളുണ്ട്. കൃഷ്ണനും ഭഗവതിയാണ് മെയിനായിട്ടുള്ള അമ്പലം. ഇത് പുരാതനമായിട്ടുള്ളൊരു അമ്പലമാണ്. എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും പഴക്കമുണ്ട്. അമ്പലം തകർന്ന് ഇതായി കിടക്കുന്നു. 10-12 കൊല്ലമായിട്ടുള്ളൂ അമ്പലം പുനരുദ്ധാരണം ചെയ്ത് വീണ്ടും ഇതായിട്ട്. ഇതിന് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭഗവാന്റെ കാൽപ്പാതാണ്. ഭഗവാൻ തുള്ളിച്ചാടി ഗോക്കലായിട്ട് തുള്ളിച്ചാടി കളിക്കുമ്പോൾ ഭഗവാന്റെ കാൽപാദം പതിഞ്ഞിട്ടുണ്ട് പാറയുടെ മുകളിൽ. പിന്നെ അതുമാതിരി പശുക്കുട്ടിയുടെ കയറ് വലിഞ്ഞ പാടുകൾ അതൊക്കെ ഉണ്ട്. പിന്നെ പാറയുടെ മുകളിൽ പറ്റാത്തൊരു കുളം. നോക്കുമ്പോൾ ചെറിയൊരു കുളമാണ്, പക്ഷെ ഒരു 4 ആൾക്ക് മേലെ താഴ്ചയുണ്ട് ആ കുളത്തിന്. അത്രയും താഴ്ചയുള്ള കുളമാണ്. പുറമെ നോക്കിയാൽ കാണില്ല നമുക്ക്. അതിൽ വെള്ളം ഒരിക്കലും പറ്റിയുള്ള ചരിത്രമില്ല. ഭഗവാനും ദൈവങ്ങൾക്കൊക്കെ ഉള്ള പൂജയ്ക്ക് എടുക്കണ കിണർ കൽക്കിണറാണ്, മണിക്കിണർ. അതൊരു 9-9 പോലെ താഴ്ചയുണ്ട്. അതിൽ വെള്ളം പറ്റില്ല. ഭയങ്കര അത്ഭുതമാണ്. ഇതിന്റെ ചുറ്റുപാടുള്ള വീടുകളിലൊക്കെ അടുത്തൊക്കെ അധികം താഴ്ത്തണ്ട, അപ്പൊ തന്നെ പാറ കാണും. പക്ഷെ ഇത് ഈ പാറയുടെ ഒരു 9 കോല് മേലെ താഴ്ച എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതമാണ്. അതിൽ വെള്ളം പറ്റില്ല. പിന്നെ നമ്മുടെ അമ്പലത്തിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് വെച്ചാല് ഒക്കെ പഴയ തറയൊക്കെ അതേപോലെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. ഭഗവാന്റെ തറകളൊക്കെ ഒരുവിധം നല്ല രീതിയിൽ അത്യാവശ്യം ഭക്തർ വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഒക്കെ ഭഗവാന്മാരൊക്കെ ബാലരൂപമാണ്. തമ്പുരാട്ടിയമ്മ മാത്രമാണ് അമ്മയുടെ സ്ഥാനത്തുണ്ട്. ബാക്കി എല്ലാ ബാലരൂപത്തിലാണ്. ഹനുമാൻ സ്വാമിയൊക്കെ ഭയങ്കര ചൈതന്യമാണ്. ഹനുമാൻ സ്വാമിയാണ് ഇവിടെ കംപ്ലീറ്റ് ഭക്തരെ എത്തിക്കണമെന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. ഹരേ കൃഷ്ണ. ക്ഷേത്രത്തെക്കുറിച്ച് അറിയാനും വഴിപാടുകൾ സമർപ്പിക്കുവാനും ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്.